ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. നോമ്പിന് നമ്മൾ കൂടുതലായിട്ടും നോൺ വെജ് ആണല്ലോ ഉണ്ടാക്കുക, അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് കൂടുതലായിട്ടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ ആദ്യം തന്നെ അത് റെഡിയാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഒരുപാട് അളവിലൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒരൽപ്പം ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. എങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് റെഡിയാക്കി എടുക്കുന്നത് സമൂസ ഷീറ്റാണ്. സമൂസ ഇല്ലാതെ എങ്ങനെയാണ് നോമ്പ് തുറക്കുക അല്ലേ? അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം നോർമലായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ മയത്തിൽ കുഴച്ചിട്ടെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഈ ഒരു രീതിക്ക് നല്ലപോലെ ഒരു 10-15 മിനിറ്റ് സമയം എടുത്ത് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത് ഗരം മസാല പൗഡറാണ്. ഞാനിവിടെ എല്ലാ സ്പൈസസും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്തും സ്നാക്കിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ കുറച്ചധികം കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനും ബീഫൊക്കെ കറി വെക്കുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടി ഇട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണല്ലേ? അപ്പോൾ കുറച്ചധികം ഇതുപോലെ പൊടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കറി വെക്കുന്ന സമയത്തും പൊടിക്കേണ്ടി വരില്ല. അടുത്തതായിട്ട് ബ്രെഡ് ക്രംസ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സെയിം മിക്സഡ് ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ലപോലെ ടോസ്റ്റ് ആക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് സ്ലൈസ് മൊത്തത്തിൽ ഞാനിതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുക. കുറച്ച് വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ നല്ലതുപോലെ വറുത്ത് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. പാത്രത്തിൻ്റെ ചൂട് കാരണം ക്രംസ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ടിന്നിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്ക് കേടുകൂടാതെ പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ക്രിസ്പിയും എപ്പോഴും ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് നല്ല ഹെൽപ്ഫുൾ ആവും. ഇനി അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നതാണ് കേട്ടോ. ചിക്കനും ബീഫൊക്കെ വറുത്തരച്ച് കറി വെക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് വെക്കുന്നത്. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിരവി എടുത്തിട്ടുള്ള തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരകവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം.
നല്ല ചൂട് ടൈമിലാണല്ലോ റമദാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സമയം കിച്ചണിൽ നിൽക്കാതെ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ. തേങ്ങയൊക്കെ ഈ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലേക്ക് മാറ്റാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റും സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ ഈക്വൽ ആയിട്ടുള്ള 12 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ അടിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. നമുക്കിതിന്ന് ഓരോ മാവ് എടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബോരിയുടെ അത്രയും വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇനി അടുത്തൊരു ബോൾ എടുത്തിട്ട് സെയിം വലുപ്പത്തിലൊന്ന് പരത്തിയിട്ടെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പരത്തിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. രണ്ടെണ്ണം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരല്പം മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ട് പരത്തിയിട്ടെടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരുപാട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂസ ഷീറ്റ് ആയിട്ടും സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് ആയിട്ടും അതുപോലെ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പരത്തിയെടുത്തിട്ടുള്ള മാവിനെ നമ്മൾ ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നമുക്കിങ്ങനെ അടർത്തി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള മാവൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. രണ്ടെണ്ണം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചൊന്ന് വെച്ചിട്ട് വീണ്ടും സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സമൂസക്ക് ഷീറ്റ് കട്ട് ചെയ്താൽ അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡ് കൂടി ഞാനിതാ കാണിക്കുന്നുണ്ട്. ഈ ഒരു കോണ് വരുന്ന ഭാഗം ഉള്ളിലേക്കായിട്ട് പിടിക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഒരു സൈഡ് വശം നമുക്ക് മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകൾ വശം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ പരത്തിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് വശങ്ങളിൽ വരുന്ന ഒരു മാവൊക്കെ നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റും അതുപോലെ ബാക്കി സമോസക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് നിന്ന് സമൂസ ഷീറ്റൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.